ഓക്സ്ഫോർഡ് സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളും സ്മാരകങ്ങളും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു കോട്ട കാണാൻ പോയാണ്. കോട്ട പിന്നീട് അത് പ്രിസം ജയിലാക്കി മാറ്റി. ആ കോട്ട ഒന്ന് പോയി കണ്ടാലോ. രാവിലെ തന്നെ അടിപൊളി മഴയായിരുന്നു. മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തോന്നപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. എങ്കിലും മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥിരം വെയിറ്റിംഗ് ഷെഡാണ്. അവിടെ നമ്മൾ വന്ന് കാത്തു നിൽക്കുകയാണ്. മഴയൊന്നും കൂസാക്കാതെ നന്ന കിടന്ന് ഓടുകയാണ്. നമ്മുടെ സിറ്റി ബസ് നമ്പർ 8 വന്നിട്ടുണ്ട്. നമ്മളോട് വെയിറ്റ് ചെയ്യാണ്. യാത്രക്കാർ ഇറങ്ങാനുണ്ട്. യാത്രക്കാർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ പാടുള്ളൂ. അതിന് മുമ്പ് നന്ദനം ഇടിച്ചു കയറാൻ നോക്കി നീനെ പിടിച്ച് നിർത്തുകയാണ്. യാത്രക്കാർ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കുള്ള സമയമായി നമുക്ക് കയറാം. ഓരോരുത്തരും അവരവരുടെ ടിക്കറ്റുകൾ എടുക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കോട്ട കാണാനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിലെത്തി. തണുപ്പായതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പല ഫ്ലേവറിലായി അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നീനയെ കാണുന്നില്ല. ചെന്ന് നോക്കിയപ്പോൾ നീന ഒറ്റയ്ക്കിരുന്ന് നീന ഐസ്ക്രീം തട്ടിവിടുകയാണ്. സിറ്റി സെൻറ്ററിൽ ഒരു 3 മിനിറ്റ് നമുക്ക് നടക്കണം. അങ്ങനെ റോഡിലുള്ള യാത്ര തുടരുകയാണ്. അങ്ങ് ദൂരെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലൊരു സ്തൂപം കാണാം. നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ആകാശത്തെ താങ്ങി നിർത്തുന്നത് ആ സ്തൂപമാണ്. ആ ബിൽഡിങ്ങിൻ്റെ കുറച്ചുകൂടി നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കയറുന്ന വശമല്ല, ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടൊരു മല പോലെ ഒരു സ്ഥലം കാണുന്നുണ്ട്. 2-3 മരങ്ങളുണ്ട്. പക്ഷെ നല്ല സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാണ്ട് സൈഡും കമ്പി വലിയ കെട്ടി. ഇതാണ് നമ്മൾ കയറുവാൻ പോകുന്ന കോട്ട. ഈ കോട്ടയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ഈ കോട്ടയ്ക്ക് ഏകദേശം 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
നന്ദൻ സ്വയം ശിക്ഷാവിധി നടപ്പാക്കി. കോട്ടയെക്കുറിച്ചുള്ള ചില ചരിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അവസാനമായി തൂക്കിൽ ഏറ്റപ്പെട്ടത് 1952 ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. പല സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വർഷങ്ങളോളം പഴക്കമുള്ള വീഞ്ഞും മദ്യവുമെല്ലാം അവിടെ വാങ്ങാൻ കിട്ടും. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭടന്മാരുടെ തൊപ്പിയും വാളും പരിചയും എല്ലാം ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. പഴയ തോക്കുകളാണ്. നീന ടിക്കറ്റ് എടുക്കുകയാണ്. അതിലൂടെ കയറാൻ ടിക്കറ്റിൻ്റെ ചാർജ് ഉയർത്തി കാണിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗൈഡ് വന്നു. ആണ് നമ്മുടെ കോട്ടയുടെ പൂർണ്ണ രൂപമാണ് കാണുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. War, we'll talk about ambition, we'll talk about love, we'll talk about money. If you have any questions. ഇദ്ദേഹം പറയണ 1971 ഈ കോട്ട നിർമ്മിച്ചത്. നോർമാൻ മെഡിവൽ ഭരണകാലഘട്ടത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കോട്ട. ഈ കോട്ട ഇപ്പോൾ പകുതി തകർന്ന നിലയിലാണ്. പിന്നെ ഈ കോട്ട എന്ന് വെച്ചാൽ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ഇവിടെ ഒരു യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കോട്ടയാണിത്. പിന്നെ 14-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ മിലിറ്ററി വാല്യൂ കുറയുകയും പിന്നീട് ഇതിനെ കൺട്രി അഡ്മിനിസ്ട്രേഷനും ജയിലുമാക്കി മാറ്റി. 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സിവിൽ വാർ സമയത്ത് ഈ കോട്ട നശിപ്പിക്കപ്പെടുകയും ബാക്കി ഭാഗം ഓക്സ്ഫോർഡിലെ ലോക്കൽ പ്രിസനാക്കി മാറ്റുകയും ചെയ്തു. 1785 ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി 1876 വരെ ഇത് പ്രിസൺ കോംപ്ലക്സ് ആയിട്ട് നിലനിർത്തി. പിന്നീട് 1888 HM പ്രിസൺ ഓക്സ്ഫോർഡാക്കി മാറ്റുകയും 1996 പ്രിസൺ ക്ലോസ് ചെയ്യുകയും ഹോട്ടലും സന്ദർശന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഇനി നമുക്ക് കോട്ടയ്ക്കകത്തുള്ള വിശേഷങ്ങളും രഹസ്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് പോകാം.